സൂര്യയന്ത്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനും അതിനെ റിലേറ്റഡ് ആയിക്കൊണ്ട് യൂണിവേഴ്സിന്റെ ഗൈഡൽ മെസ്സേജസ് എന്താണെന്നുമാണ്. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് ദ ഡെവിൽ. മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് വോൺസ് ആണ്. നമുക്ക് ആദ്യത്തെ കാർഡിന്റെ അർത്ഥത്തിലേക്ക് പോവാം. ആദ്യ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രവർത്തിക്കാനുള്ള സമയമാണെന്നാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് വേഗത്തിൽ നടപ്പാക്കേണ്ടതുമായുള്ള സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് ഡെവിൽ എന്ന് പറയുന്നത് ഭൂമിയിലെ ലൗകിക സുഖങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. ആയതിനാൽ ആസക്തി ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. മയക്കുമരുന്ന്, മദ്യം, മോശം റിലേഷൻഷിപ്പ് എന്നിവയൊക്കെ ആസക്തിയിൽ വരുന്നതാണ്. അത് മാത്രമല്ല മൊബൈൽ അഡിക്ഷൻ അതും ഒരുതരം ആസക്തിയാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ മറന്നുകൊണ്ടുള്ള അതും ഒക്കെ ആസക്തിയുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ആസക്തിയാണ് ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലുള്ള ഷോപ്പിംഗ് സൈറ്റുകളിൽ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റുകളിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അതിന് വേണ്ടി പൈസ ചിലവാക്കുന്നു. ഇതും ഒക്കെ ഒരുതരം അഡിക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള നിങ്ങളുടെ ദുഷ്പ്രവണതകളെ മറികടക്കാനായിട്ട് വളരെയധികം പരിശ്രമം ആവശ്യമാണെന്ന് പറയുന്നു. നിങ്ങളൊരു ലൗകികമായ പ്രലോഭനങ്ങളിൽ നിന്ന് മോചിതമാവാൻ കഴിഞ്ഞാൽ ശുഭകരമായൊരു ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അവസാനത്തെ കാർഡ് 4 ഓഫ് വോൺസ് വന്നിരിക്കുന്നത് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ ഒരു സൂചനയാണ്. ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം, വിവാഹം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വിവാഹം നടക്കാനുള്ളൊരു യോഗം, കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരൽ, അങ്ങനെ കുടുംബത്തിലെ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ഈ അവസാനത്തെ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു ശുഭദിനം ആശംസിക്കുന്നു.